റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി 5-8 വർഷങ്ങളോളം മക്കളില്ലാതെ അതിൻ്റെ വേദന അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് ചില ഉപദേശങ്ങളും ചില നിർദ്ദേശങ്ങളും ആണ് ഞാൻ നൽകുന്നത്. കവി അയ്യപ്പൻ്റെ 2 വരിയുണ്ട്. വീടില്ലാത്തവനോട് വീടിനൊരു പേരിടാനും, മക്കളില്ലാത്തവനോട് കുട്ടിക്കൊരു പേരിടാനും, പറയവെ കൂട്ടുകാര അവ രണ്ടുമില്ലാത്തൊരുവന്റെ നെഞ്ചിലെത്തി നീ കണ്ടുവോ. നെഞ്ചിൽ വലിയൊരു തീയാണത്. മക്കളില്ലാത്തവന്റെ, വീടില്ലാത്തവന്റെ ദുഃഖം എന്ന് പറയുന്നത് ഇത് വല്ലാത്തൊരു ദുഃഖമാണ്. അത് അനുഭവിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഒരു വീട്ടിലേക്ക് എൻ്റെ വൈഫ് തീരെ പോകാറില്ല, ഒരു വീട്ടിലേക്കും പോകാറില്ല, ഒരു വിരുന്നിനും വരാൻ കൂട്ടാക്കാറില്ല. അത് കാരണം എവിടെ ചെന്നാലും ചോദ്യം മുഴുവൻ ആയില്ലേ, കാണിച്ചില്ലേ, എന്തായി, ആർക്കാ പ്രശ്നം. ഇത് പെണ്ണുങ്ങളാണിത് ചോദിക്കുക, ആണുങ്ങളല്ല ചോദിക്കുക. അത് മറ്റുള്ളവരുടെ സാഡിസ്റ്റുകളാണ് അങ്ങനെ ആനന്ദിക്കുക, മറ്റുള്ളവരുടെ വേദനയിൽ ആഹ്ലാദിക്കുക. അപ്പോൾ വല്ലാതെ അനുഭവിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ പ്രിയതമയും. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 8 വർഷങ്ങൾക്ക് ശേഷം എനിക്കൊരു ആൺകുഞ്ഞിനെ അള്ളാഹു തന്നു. കുഞ്ഞ് ഏത് എന്നുള്ളത് പ്രസക്തമല്ലെന്ന് ഖുർആൻ പറയുന്നുണ്ട്. യഹിബു ലിമൻ യശാഉ ഇനാഥ, അള്ളാഹു ചിലർക്ക് പെൺകുട്ടികളെ കൊടുക്കും. യഹിബു ലിമൻ യശാഉ ദുക്കൂർ, ചിലർക്ക് ആൺകുട്ടികളെ കൊടുക്കും. ചിലർക്ക് ആൺകുട്ടിയെയും പെൺകുട്ടിയെയും കൊടുക്കും. വയജഅലു മൻ യശാഉ അഖീമ, ചിലർക്ക് അള്ളാഹു ഒന്നും നൽകില്ല. അതിലൊക്കെ അള്ളാഹുവിന് ചില നിശ്ചയങ്ങളും തീരുമാനങ്ങളും ഒക്കെയുണ്ട്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും എനിക്ക് ആദ്യമായി പറയാനുള്ളത്, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അന്തും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥിക്കുക. ഞാൻ വലിയ കോൺഫിഡൻ്റ് ഉള്ള ആളായിരുന്നു. കാരണം എൻ്റെ ഉപ്പ എന്നെ ഖുർആൻ പഠിപ്പിച്ചു എന്നതാണ് എൻ്റെ പ്രത്യേകത. ഖുർആൻ എന്നെ പഠിപ്പിച്ചപ്പോൾ, ഖുർആനിൽ ഞാൻ നോക്കിയപ്പോൾ മക്കളില്ലാത്ത പല ദമ്പതികളുടെയും പ്രാർത്ഥനകളും അവർക്ക് മക്കളെ കൊടുത്ത സംഭവങ്ങളൊക്കെ ഖുർആൻ പറയുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നല്ലൊരു ഉദാഹരണമാണ്. 96-ാമത്തെ വയസ്സിലാണ് മോനെ നൽകുന്നത്. ഒരു കാറിൽ ഞാൻ സഞ്ചരിക്കവേ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത്, വളരെ അടുത്തൊരു ബന്ധു പറഞ്ഞു, നിനക്കൊന്നും കുട്ടിയെ കിട്ടില്ല എന്ന്. അപ്പൊ ഞാൻ അനുഭവിച്ചൊരു വേദനയുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയല്ലേ, 96 വയസ്സ് വരെ നിങ്ങൾ ക്ഷമിക്കുക. 96-ാമത്തെ വയസ്സിലാണ് ഇസ്മായിലിനെ ഇബ്രാഹിം നബിക്ക് കൊടുത്തത്. പിന്നീട് അതിനുശേഷം ഇസ്ഹാഖ് എന്ന് പറയുന്ന മറ്റൊരു കുട്ടിയെ കൂടി അള്ളാഹു നൽകി. അതുകൊണ്ട് നമുക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുക എന്നാണ് ആദ്യമായി എനിക്ക് പറയാനുള്ളത്. ഇനി ചില നിർദ്ദേശങ്ങൾ. വിശുദ്ധ ഖുർആനിൽ തന്നെ വേറൊരു പ്രവാചകൻ ഉണ്ട്, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം. സക്കരിയ നബിക്ക് മക്കളുണ്ടായിരുന്നില്ല. ഒരു ഖുർആൻ സൂറത്ത് മറിയം തുടങ്ങുന്നത് അങ്ങനെയാണ്. കാഫ് ഹാ യാ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇതിനാദ റബ്ബഹു നിദാഅൻ ഖഫിയ. കുട്ടിയില്ലാത്ത സക്കരിയയുടെ പ്രാർത്ഥനയാണ്, മനോവ്യഥയാണ്, അസ്വാസ്ഥ്യമാണ് ആദ്യം തന്നെ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയതൻ ത്വയ്യിബ റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസിൻ. എന്നെ ഒറ്റക്കാക്കരുത്, എനിക്ക് നീ കുഞ്ഞിനെ തരണം എന്നൊക്കെ പറയുന്ന വളരെ വേദനാജനകമായ. അവസാനം അള്ളാഹു നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞിനെ കൊടുക്കുന്നത്. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, ഞാൻ നിനക്ക് ഇതാ ഒരു കുഞ്ഞിനെ തരാൻ പോകുന്നു. തീർച്ചയായും നിങ്ങൾ ശുഭാപ്തി വിശ്വാസമുള്ളവരാവുക. തീർച്ചയായും അള്ളാഹു തരുമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുക. സക്കരിയ നബിക്ക് കുഞ്ഞിനെ കൊടുത്തപ്പോൾ സക്കരിയ നബിക്ക് അത്ഭുതമായി. എങ്ങനെ എനിക്ക് കുട്ടി ഉണ്ടാകുന്നത്? എൻ്റെ ഭാര്യ ഇങ്ങനെയല്ലേ, എൻ്റെ പ്രസവിക്കാത്ത പെണ്ണല്ലേ എന്നൊക്കെ അള്ളാഹുവിനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. സക്കരിയോട് പറയുന്നത് കാല കദാലിക്, അങ്ങനെയാണ് സക്കരിയ. അള്ളാഹു ഒരു കാര്യം നിശ്ചയിച്ചാൽ വളരെ ഈസിയാണ്. ഇമ്രാൻ, ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് ഇമ്രാൻ ഫാമിലി എന്നാണ്, ആലു ഇമ്രാൻ. അപ്പൊ ഇമ്രാന്റെ ഭാര്യ പ്രസവിക്കുന്നില്ല. അങ്ങനെ ഭാര്യ വല്ലാതെ വേദനിച്ചു, അങ്ങനെ കരഞ്ഞു. പക്ഷികൾക്ക് അന്നിട്ട് കൊടുക്കുമ്പോൾ ഇണക്കുരുവികൾ പരസ്പരം കൊക്കുരുമുന്നത് കണ്ടു.
അവരുടെ കുഞ്ഞിന്റെ വായിൽ അന്നം കൊടുക്കുന്നത് കണ്ടു. അല്ലാഹ് എത്രയോ ജീവജാലങ്ങൾക്ക് മക്കളെ നൽകുന്നു, ഒരു കുഞ്ഞിലേക്ക് തന്നോളാം, നീ തന്നാൽ ഞാനത് പള്ളിയിലേക്ക് സംഭാവന ചെയ്തോളാം എന്ന് പറഞ്ഞു. അള്ളാഹു കൊടുത്തു. പ്രസവിച്ചു നോക്കിയപ്പോ പെൺകുട്ടി. അള്ളാഹുനോട് പറഞ്ഞു, ഈ പെൺകുട്ടിനെ പള്ളിയിൽ കൊടുക്കാൻ പറ്റുമോ? പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നീ കൊടുത്തോ. ആ കുട്ടി പള്ളിയിലെ വളർന്നത്, മെഹ്റാബിലെ വളർന്നതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ കുട്ടിയുടെ പേരാണ് മറിയം. മറിയം എന്ന് പറയുന്ന ആ കുട്ടിയിൽ നിന്നാണ് പിന്നീട് യേശു എന്ന് പറയുന്ന ഈസാ നബി ഉണ്ടാകുന്നത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ കോൺഫിഡൻസ് ഉള്ളവരാവുക എന്നാണ്. മറ്റൊന്ന്, നിങ്ങൾ ചെയ്യേണ്ട ചില നിർദ്ദേശങ്ങൾ പറയാം. ഒന്ന്, 100 തവണ മിനിമം എന്നും അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയാം. ഇതിന് തെളിവ് സൂറത്ത് നൂഹാണ്. സൂറത്ത് നൂഹിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, അപ്പോൾ തുസ്തഗ്ഫിറു റബ്ബക്കും, ഞാൻ എന്റെ ജനതയോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞു. യുർസിലിസമാ അലൈക്കും മിദ്റാറ, ആകാശത്ത് മഴ വർഷിപ്പിച്ചു തരും. എന്തിതുക്കും ബി അംവാലിൻ വബനീൻ, പണവും മക്കളും വർദ്ധിപ്പിച്ചു തരും. അപ്പൊ ഇസ്തിഗ്ഫാർ ചെയ്യുക, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറയാം. 2, മറ്റൊരു കാര്യം, സ്വതക്ക ചെയ്യുക. എന്നും 1 രൂപ കൊടുക്കുക, അല്ലെങ്കിൽ 2 രൂപ കൊടുക്കുക, 10 രൂപ, എന്താ ഉള്ളത് എന്നും എന്തെങ്കിലും ഒരു സാധനം സ്വതക്ക കൊടുക്കുക. ഇനി ഒന്നുമില്ല, ഭക്ഷണമുള്ള ഒരു ഭിക്ഷക്കാരൻ വന്ന് ഭക്ഷണം കൊടുക്കുക, ഈ നിയ്യത്തിൽ കൊടുക്കുക. എന്നിട്ട് അത് കൊടുത്തിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഒരു നന്മ ചെയ്തിട്ട് പ്രാർത്ഥിച്ച അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്നു. അതുകൊണ്ട് എന്നും സദക്ക ചെയ്യാൻ തീരുമാനിക്കുക. മറ്റൊന്ന്, മാസത്തിലൊരിക്കൽ ഒരു നോമ്പെടുക്കുക. എല്ലാ ആഴ്ചയും വേണമെന്നില്ല, മാസത്തിലൊരിക്കൽ ഈ നിയ്യത്തിൽ കുഞ്ഞുണ്ടാകുന്നത് വരെ ഞാൻ നോമ്പെടുക്കും തീരുമാനിക്കും. ഭാര്യയും ഭർത്താവും മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം തീരുമാനിക്കും. ഞാൻ ചെയ്തിട്ടുള്ള കാര്യം ഞാൻ പറയണത്. പിന്നൊന്ന്, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യുക. നല്ല മനുഷ്യരെ കാണുമ്പോൾ കുഞ്ഞില്ല ഒന്ന് ദുആ ചെയ്യണമെന്ന് പറയാം. ഏത് നല്ല മനുഷ്യരെ കാണുമ്പോൾ ഒന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറയാം. പിന്നെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം തഹജ്ജുദ് നമസ്കാരം. തഹജ്ജുദ് നമസ്കാരം പതിവാക്കുക. രാത്രി ഒരു 4 മണിക്ക് ശേഷം 5 മണിക്ക് സുബ്ഹി ബാങ്ക് കൊടുക്കുമ്പോൾ 4 എണീറ്റാൽ മതി, അരമണിക്കൂർ മതി. സുബ്ഹിക്ക് മുമ്പ് അരമണിക്കൂർ. എന്നിട്ട് നിസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ഭാഷയിൽ പ്രാർത്ഥിക്കാം, മലയാളത്തിൽ തന്നെ പ്രാർത്ഥിക്കാം. റബ്ബേ എനിക്ക് കുഞ്ഞിനെ തരണം. ഇനി ഞാൻ നിങ്ങൾക്ക് ചില പ്രാർത്ഥനകൾ പറഞ്ഞു തരാം. മക്കളില്ലാത്ത ദമ്പതികൾ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകൾ തഹജ്ജുദിൽ അത് പ്രാർത്ഥിച്ചാലും മതി. സക്കരിയ നബിയും ഇബ്രാഹിം നബിയും പോലെ ഇമ്രാന്റെ ഭാര്യയൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ കുഞ്ഞിനെ കിട്ടുന്ന 8 വർഷവും ഇത് തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയത്തൻ ത്വയ്യിബ റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ വലം അകും ബിദുആഇക റബ്ബി ശഖിയ്യ വഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആഖിറൻ ഫഹബ്ലി മിൻ ലദുൻക വലിയ ഫഹബ്ലി മിൻ ലദുൻക വലിയ ഫഹബ്ലി മിൻ ലദുൻക വലിയ. ഈ ഖുർആനിലെ ഈ പ്രാർത്ഥനകൾ ഞാൻ നിർവഹിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, കുഞ്ഞിന് അള്ളാഹു തന്നില്ലെങ്കിലും എല്ലാ ദിവസവും 5 വക്ത് ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അതിന്റെ പുണ്യം എനിക്ക് കിട്ടുമല്ലോ. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ആ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുക. മറ്റ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരിക്കലും പകയും വിദ്വേഷവും ഇല്ലാത്ത ഹൃദയം ഉണ്ടാവുക. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങാൻ പാടില്ല. വളരെ തുറന്ന പോസിറ്റീവായിട്ടുള്ള സമീപനം. കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും, പോസിറ്റീവായിട്ട് സമീപിക്കുക. എല്ലാം പോസിറ്റീവായിട്ട് നമ്മൾ കാണുക, പുഞ്ചിരിക്കുക. ഇനി ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവരോടും അസ്സലാമു അലൈക്കും പറയാം. പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും എപ്പോഴും അസ്സലാമു അലൈക്കും പറയാം. നിങ്ങൾ തമ്മിൽ ഇന്റിമസി വർദ്ധിക്കും. ഇനി അവസാനമായി പറയാനുള്ളത് ഭക്ഷണമാണ്. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഉള്ളതോടൊപ്പം തന്നെ നമ്മുടെ ബോഡി അതിന് ഫിറ്റ് ആവണം. നമ്മുടെ എൻ്റെ വൈഫിന് ഒരു ലാപ്രോസ്കോപ്പി സർജറി ഒക്കെ കഴിയുണ്ടായി. അപ്പോൾ ഈ സിസ്റ്റമൊക്കെ വന്നിറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഓവറിയിലുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മുടെ ഭക്ഷണ രീതി വലിയ അപകടമാണ്. ഞാൻ കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റിലാണ് 1 വർഷം ഞാൻ ചികിത്സ നടത്തിയത്. ബട്ട് ഡോക്ടർ അഷ്റഫ് പറഞ്ഞു, നിങ്ങൾ വെറുതെ അമിതമായി ഈ മെഡിസിൻ കഴിച്ചാൽ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ഇനി റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് വിട്ടതാണ്. അപ്പോൾ പാലക്കാട് ഒരു പാടൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു പൂശാരി പൊന്നൻ പൂശാരി എന്ന് പറയാം. പണ്ടത്തെ ഒരു ചികിത്സാ രീതിയാണത്. അപ്പൊ അതിലുള്ള ഞാൻ കണ്ട ഏക ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, മറ്റു ഗുണങ്ങൾ ഉണ്ടാവട്ടില്ലാതിരിക്കട്ടെ, ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ബോഡി മുഴുവൻ ക്ലീൻ ചെയ്യുന്നത് ഒരു പാക്കേജാണ്. ആ മരുന്ന് ഒരു 10,000 രൂപ വരുന്ന മരുന്നാണ്. ആ മരുന്ന് 2 പേർക്കും തന്നു. അതുവഴി നമ്മുടെ ഉള്ളിലെ എല്ലാ കുഴപ്പങ്ങളും എല്ലാ ടോക്സിനും ഒക്കെ ക്ലീൻ ചെയ്ത് ബോഡി ശുദ്ധിയാവും.
ബോഡി ശുദ്ധിയായിട്ട് നിങ്ങൾ അലോപ്പതി ഉപയോഗിച്ചോളൂ. പക്ഷെ നിങ്ങൾ ഈ ബോഡിയിൽ, നിങ്ങൾ ഈ ഫുഡിൽ അലോപ്പതി ഉപയോഗിച്ചാൽ ഒരിക്കലും, മരുന്ന് കഴിക്കുന്നവർ, കാരണം മരുന്നില്ലാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലിക്കുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്ന്. അപ്പോൾ അതുകൊണ്ട് ചികിത്സ ഒക്കെ വേണം. ചികിത്സ ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. കല്യാണം കഴിക്കാണ്ട് ഒരാൾ അള്ളാഹുവെ എനിക്ക് നീ സന്താനങ്ങൾ തരണമെന്ന് വെച്ചാൽ അള്ളാഹ്ക്ക് തരാൻ പറ്റുന്നില്ല. പിന്നെ സാഹചര്യങ്ങളും സാധ്യതകളും കാരണങ്ങളൊക്കെ ചികിത്സ ഒക്കെ നടത്തണം. പക്ഷെ ചികിത്സ വെറുതെ മെഡിസിൻ കഴിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാനത് ബോഡി ക്ലീനിങ് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അത് ഞാൻ നിർവഹിച്ചു. അതൊന്നുമല്ല, എല്ലാത്തിനും അപ്പുറം വിശുദ്ധ മക്കയിൽ ചെന്നു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പണം ചെരുപ്പ് കൂട്ടിയിട്ട് അവിടെ ചെല്ല. അല്ലാതെ ഇവിടെ കുറെ കേന്ദ്രങ്ങളുണ്ട്, നാഗൂർ, മുത്തപ്പേട്ട, അവിടെ ഇവിടെ. ഒരു സ്ഥലത്ത് തൊട്ടി കെട്ടിയ കുട്ടി ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത്. അവിടൊന്നും നിങ്ങൾ പോകരുത്. അള്ളാഹുവിലേക്കാണ് പോകേണ്ടത്, അള്ളാഹുടെ സൃഷ്ടികളിലേക്ക് ഒരിക്കലും പോകരുത്. അവിടെ ആ കഅബയിൽ ചെന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സുബ്ഹാൻ എന്ന് പറയുന്ന നല്ലൊരു കുഞ്ഞിനെ തന്നു. അതിനുശേഷം ഇപ്പോൾ രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചു. അവളുടെ പേര് ആലിമ എന്നാണ്. തീർച്ചയായും അവൻ എന്നോട് ഒരാൺകുട്ടിയും പെൺകുട്ടിയും തന്ന് എന്നോട് വല്ലാതെ കാരുണ്യം കാണിച്ചു, ഔദാര്യം കാണിച്ചു. അള്ളാഹുവിനോട് അങ്ങേറ്റം നന്ദി എനിക്കുണ്ട്. എൻ്റെ വേദന എനിക്കറിയാം. എന്നെപ്പോലെ വേദനിക്കുന്ന ധാരാളം ആളുകളുണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായും ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്കൊക്കെ സ്വാലിഹായ സന്താനങ്ങളെ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കൾ കണ്ണിന് കുളിർമയാണ്. തീർച്ചയായും ജീവിതത്തിന് നമുക്കൊരു ബലം ലഭിക്കുന്നത്, മരണാനന്തരം നമ്മെ പ്രതിനിധീകരിക്കേണ്ടവരാണ് നമ്മുടെ മക്കൾ. തീർച്ചയായും ആ അർത്ഥത്തിൽ നല്ല സന്താനങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു തരും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.